പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എസ്എഫ്ഐയുടെ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധത്തിനൊപ്പം VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, രാത്രി ഇപ്പോൾ 11:44 അടുക്കുകയാണ്. ഇപ്പോഴും എസ്എഫ്ഐയുടെ പ്രതിഷേധം ആളിക്കത്തി പടരുക തന്നെയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ചാൻസലർക്കെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ എസ്എഫ്ഐ കടക്കുകയാണല്ലേ? തീർച്ചയായും നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞതുപോലെ ഒരിഞ്ച് എസ്എഫ്ഐ പുറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ് തലസ്ഥാനത്തെ ഈ പ്രതിഷേധത്തിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഈ എയർപോർട്ടിൽ ഗവർണർ എത്തിയത് മുതൽ ആ രാജ്ഭവനിലേക്ക് എത്തുന്നത് വരെ എസ്എഫ്ഐയുടെ പ്രതിഷേധം അദ്ദേഹം നേരിടേണ്ടി വന്നു. പലയിടങ്ങളിൽ വിവിധയിടങ്ങളിൽ എസ്എഫ്ഐ കരിങ്കൊടി കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെൻസ് ഹോസ്റ്റലിൽ നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എസ്എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ആ പ്രതിഷേധ മാർച്ചിൽ ഉയർത്തിക്കാട്ടുന്ന ആ ബാനറിലെ വാക്യം മിസ്റ്റർ സംഘി ഖാൻ, ഇത് കേരളമാണ് പറയുന്നത്, SFI എന്നുള്ള ആ വാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് തലസ്ഥാനത്ത് ഇത്ര വൈകിയും രാത്രി ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്തേക്ക് ഈ മാർച്ച് എത്തുന്നു. അതിനുശേഷം അതുവഴി കറങ്ങി രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് ഈ മാർച്ച് എത്തുക. കൃത്യമായി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ചാൻസലറിന്റെ ഈ നടപടി തിരുത്തണമെന്നുള്ളത് തന്നെയാണ് SFI വിദ്യാർത്ഥി സംഘടനയായ SFI ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം. സെനറ്റിലേക്ക്, സർവകലാശാലകളിലെ സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള ശ്രമം അതൊരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFI പറയുന്നത്. അത് തിരുത്തുന്നത് വരെ ഗവർണർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോഴിക്കോട് അദ്ദേഹം തങ്ങിയിടങ്ങളിൽ SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങിയിടങ്ങളിലെല്ലാം അദ്ദേഹം പ്രതിഷേധം നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴും അദ്ദേഹം വസിക്കുന്ന ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലേക്ക് എത്തുമ്പോഴും അദ്ദേഹം തലസ്ഥാനത്തും അതേ പ്രതിഷേധം നേരിടേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാന സെക്രട്ടറി SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ SFI ഒരിഞ്ച് പുറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ DYFI അടക്കം രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. രാജ്ഭവന് മുന്നിൽ ഗവർണറുടെ കോലം കത്തിക്കുന്നു. രാജ്ഭവന്റെ പരിസരത്ത് തന്നെ ബാനർ ഉയർത്തുന്നു. സംഘി ഖാൻ ഇത് ക്വിറ്റ് കേരള എന്നുള്ള രീതിയിൽ ബാനർ ഉയർത്തുന്നു. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉയർത്തിയ ബാനറുകൾ ഗവർണർ അടുപ്പിച്ചതും പിന്നാലെ SFI പ്രവർത്തകർ മറ്റ് കൂടുതൽ ബാനറുകൾ അവരെ ഉയർത്തിക്കെട്ടിയതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് രാജ്ഭവനിലേക്ക് തന്നെ, ഈ രാജ്ഭവൻ പരിസരത്ത് തന്നെ അദ്ദേഹം എത്തുമ്പോൾ കാണാൻ രീതിയിൽ തന്നെ ഈ ബാനറുകൾ DYFI ഉയർത്തിക്കെട്ടിയത്. അതിനൊപ്പം അദ്ദേഹം സഞ്ചരിച്ച വഴികളിലെല്ലാം ഇലക്ട്രിക് പോസ്റ്റുകളടക്കം പോസ്റ്ററുകളും ബാനറുകളും ഗവർണർക്കെതിരെ പ്രതിഷേധ സൂചകമായി തന്നെ കെട്ടിവെക്കുന്നതും നമ്മൾ കണ്ടു. അതിനൊപ്പം റോഡുകളിലെല്ലാം കരിങ്കൊടികൾ സ്ഥാപിക്കുന്നത് കണ്ടു. അദ്ദേഹം കടന്നുപോയ വഴികളിലെല്ലാം പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നത് കണ്ടു. തികച്ചും ജനാധിപത്യ രീതിയിൽ നിന്നുകൊണ്ട് ഗവർണറുടെ ഈ പ്രവർത്തികൾക്കെതിരെ, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ ഈ നടപടി അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ തന്നെ SFI തീരുമാനിച്ചിരിക്കുന്നു. ഏറെ രാത്രിയും SFI ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രതിഷേധിക്കാൻ വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ തലസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അല്പസമയത്തിനകം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തും. അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഈ രാത്രി കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പ്രതിഷേധ മാർച്ചുകളും അദ്ദേഹത്തിനെതിരെയുള്ള സമര പരിപാടികളും. ഈ നിലപാട് സംഘപരിവാറുകാരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക്, ഈ സെനറ്റിലേക്ക് തിരികെ കയറ്റി നിലപാട് തിരുത്തുന്നത് വരെ ഈ നടപടി, ഈ സമരവും പ്രതിഷേധവും തുടരുമെന്നുള്ളത് തന്നെയാണ് SFIയുടെയും DYFIയുടെയും ആഹ്വാനം. അതിനൊപ്പം തന്നെ അവർ ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ആവശ്യം, തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത ഗവർണർ, ചാൻസലർ ഈ സ്ഥാനം തന്നെ രാജിവെച്ച് കേരളം തന്നെ വിട്ടുപോകണമെന്നുള്ളതാണ്. കേരളം വിട്ടുപോകണമെന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കേരളത്തെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. കണ്ണൂർ ജില്ലയെ അടച്ചാക്ഷേപിക്കുന്ന സാഹചര്യം കണ്ടതാണ്. ഈ കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്ന നിലയിൽ ഇത്തരത്തിൽ വരുത്തി തീർത്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം വരണമെന്ന രീതിയിൽ പരാമർശം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം തന്നെ നേരിട്ട് തിരിച്ചറിഞ്ഞു. ഇന്ന് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് അദ്ദേഹം എല്ലാ സുരക്ഷാ വലയങ്ങളും ഭേദിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രശ്നം പോലും നേരിട്ടില്ല. ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. അതിലൂടെ അദ്ദേഹത്തിന് തന്നെ തിരുത്തി പറയേണ്ടി വന്നു. കേരള ഈസ് ബെസ്റ്റ് എന്ന് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്ന സാഹചര്യം. കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ടി വന്ന സാഹചര്യം. ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ തിരുത്തി പറയേണ്ട സാഹചര്യം വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയോട് ചെയ്ത ദ്രോഹങ്ങൾ തിരുത്തുമെന്നുള്ളത് തന്നെയാണ് SFIയുടെ ആ ഒരു നിലപാട്. അത് തിരുത്തി കേരളം തന്നെ വിട്ട് പോകണമെന്നുള്ളതാണ് DYFIയും SFIയും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം.
അനുരാഗ്, അതായത് ഇപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് SFIയുടെ മാർച്ച് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം മാർച്ച് എത്തിയിരിക്കുകയാണ്.